Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്ക് ആയിട്ടും അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിക്ക് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ഇതിന് ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഇങ്ങനെ ചൂടായി വന്നിട്ടുമുണ്ട് കേട്ടോ. ചൂടായി വന്നതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഒരു 1/2 കപ്പോളം ഉള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ശർക്കര പൊടിയായിട്ടാണ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ നമുക്ക് സാധാരണ ഇങ്ങനെ ഉണ്ട പോലെ ആണ് ഇരിക്കുന്നത്. അത് ഞാനൊന്ന് ഇടിച്ചിട്ടാണ് ഇതുപോലെ ഒരു 1/2 കപ്പിൻ്റെ അളവിൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പോളം ഉള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഈ ശർക്കര ഉരുകുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് പഞ്ചസാരയാണ് ചേർക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇതിന് പുറകെ വരുന്ന ഗോതമ്പ് പൊടിയുടെ ഒരു മിക്സ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ശർക്കര ചേർത്തു എന്ന് മാത്രം. ഇനിയിപ്പോൾ മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് 3/4 കപ്പോളം ശർക്കര ആഡ് ചെയ്യാം. അല്ലെങ്കിൽ കുറവ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ശർക്കരയൊക്കെ ഇങ്ങനെ ഏകദേശം ഉരുകിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം കറക്റ്റ് 1 കപ്പ് മതിയാവും കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെക്കാം. കാരണം ഇതിനകത്ത് നമ്മൾ മാവ് കലക്കാനായിട്ട് നമുക്ക് ശർക്കര ആവശ്യമുണ്ട്. പക്ഷേ എനിക്കിവിടെ കറക്റ്റായിരുന്നു. ഞാൻ തിളച്ച് വന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് അരിച്ചിട്ട് ഉപയോഗിക്കാം. ശർക്കരയിലൊക്കെ ചിലപ്പം എന്തെങ്കിലും പൊടി കരടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ശർക്കര അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് അരിപ്പയിൽ അരിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു കപ്പിനകത്ത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് പൊടിയുടെ മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കുമ്പം അതിൻ്റെ 1/2 കപ്പോളം ഉള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതായത് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് നേർപകുതിയുള്ള അരിപ്പൊടി. ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഒരു 1/4 ടീസ്പൂണോളമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അരിച്ചിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അരിക്കണമൊന്നുമില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കട്ടകളൊക്കെ കിടക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഒരു അരിപ്പ വെച്ചിട്ട് അരിപ്പയ്ക്ക് അകത്തോട്ട് ഈ പറഞ്ഞ ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് അരിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താലും മതിയാവും. ഞാനിപ്പോൾ അങ്ങനെയില്ല, നേരിട്ട് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കര വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാം കൂടെ ഒഴിക്കേണ്ട കാര്യമില്ല. നമുക്കിതിങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ള ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ റവ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ്. ഇച്ചിരി വെള്ളം പോലെ ഇരിക്കേണ്ട കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, വെള്ളം പോലെ ഇരിക്കുന്ന ബാറ്റർ റെഡി ആവുന്നത് വരെ നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനനുസരിച്ചുള്ള ശർക്കര വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നേർപകുതിയോളമുള്ള ശർക്കര വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയല്ല വേണ്ടത്. സാധാരണ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഗോതമ്പിൻ്റെ ഒക്കെ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഞാനിന്ന് അങ്ങനത്തെ ഒരു റെസിപ്പി അല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ വേണം നമുക്ക്. അപ്പോൾ ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മിക്സ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കട്ടകളൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുകൊണ്ട് നന്നായിട്ട് സമയം എടുത്ത് തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കണ്ടോ, നമ്മൾ കോരി വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് കട്ടകളൊന്നുമില്ല, എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ അതാ ഞാൻ ആ മാവ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യാണ് സ്വാദ് കൂടുതൽ. നിങ്ങൾക്ക് നെയ്യ്ക്ക് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം സാധാരണ ഓയിൽ ചേർക്കാം കേട്ടോ. ഇനി നെയ്യൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാനൊരു 4 ടേബിൾ സ്പൂണോളമുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർക്കുക. എത്രത്തോളം ചെറുതായിട്ട് അരിയുന്നോ അത്രത്തോളമാണ് അതിന് രുചി കൂടുതൽ. നമുക്ക് ഈ ഒരു പലഹാരം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പം അതിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുന്ന ഈ ഒരു തേങ്ങാക്കൊത്ത് ഒരു സ്വാദ് തന്നെയാണ്. അപ്പോൾ ഞാൻ നെയ്യ് എടുക്കാൻ പറഞ്ഞത്, നെയ്യിൽ ഈ ഒരു തേങ്ങ വറുത്ത് വരുമ്പോൾ ഒരു പ്രത്യേക മണവും പ്രത്യേക സ്വാദൊക്കെയല്ല, അതുകൊണ്ടാണ് കേട്ടോ നെയ്യ് എടുത്തത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വന്നാൽ മതി. അല്ലാതെ ഇത് തീരെ അങ്ങ് ബ്രൗൺ ആക്കി എടുത്ത് കരിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടി അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളമുള്ള ചെറിയ ഉള്ളി, അല്ലെങ്കിൽ കുഞ്ഞുള്ളി എന്നൊക്കെ പറയത്തില്ലേ, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ കുഞ്ഞുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവോള ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളിയാണ് കുറച്ചും കൂടെ സ്വാദുള്ളത്. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂണും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഉള്ളിയൊക്കെ നെയ്യിൽ മൊരിഞ്ഞ് വരുന്നത് വരെ, ഒത്തിരി മൊരിയേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ നിറക്കൊന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കശുവണ്ടിയൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്, ഉണക്കമുന്തിരിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിയും തേങ്ങയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ എള്ള് ചേർക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളമുള്ള കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനിയിപ്പം എള്ളൊക്കെ ചേർക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ റെസിപ്പി കാണാനൊക്കെ നല്ലൊരു ഭംഗി വരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എള്ള് ചേർത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തികച്ചും നിങ്ങൾക്ക് ഇത് വിട്ട് കളയാം, ഇതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ഒരു അല്ലി വെളുത്തുള്ളി ചേർത്താലും ഇതിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ് കേട്ടോ. വേണമെന്നില്ല, ചിലവർക്ക് വെളുത്തുള്ളി ഒരു സ്മെല്ല് ഇഷ്ടമാവില്ല. ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു അല്ലി ചേർക്കാം. ഇനി ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ചങ്ങ് മാറ്റി വെക്കുന്നുണ്ട് ഒരു പ്ലേറ്റിലോട്ട്. കാരണം നമ്മളിത് മേലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഇച്ചിരി വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിനകത്തുനിന്ന് ആ കുറച്ച് തേങ്ങക്കൊത്തും ഉള്ളിയും അതുപോലെ എള്ളുമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഇതിനകത്ത് ഒഴിക്കണം. ഒഴിക്കുന്ന സമയത്ത് ഉറപ്പ് വരുത്തുക പാന് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബാറ്റർ മുഴുവൻ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുവാണ്, നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഈ ബാറ്റർ ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ തേങ്ങാക്കൊത്തൊക്കെ, അപ്പോൾ അതും നമുക്ക് ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കാണാനൊക്കെ ഒരു ഭംഗിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചതെല്ലാം ഇങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും, നടുക്കൊന്നും ഇല്ലാത്ത പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്പം കൂടെ ഇതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട്, ചിലപ്പോൾ ഓരോ തീയുടെയൊക്കെ അനുസരിച്ച് മാറ്റം വരാം. ചിലപ്പോൾ നമുക്കൊരു 5-6 മിനിറ്റിനകത്ത് ആയി വരും കേട്ടോ. എനിക്കിപ്പോൾ ഒരു കറക്റ്റ് 10 മിനിറ്റ് എടുത്തായിരുന്നു. അപ്പം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ആ മൂടിക വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മൂടിക ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ നമുക്കൊരു നമ്മൾ ഇടികല്ലുണ്ടല്ലോ, അതും ഒന്ന് ഇറക്കി വെച്ച് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത് ആയോ എന്ന് അറിയാനായിട്ട് ഞാനിതുപോലെ ഒരു കത്തി എടുത്തൊന്ന് കുത്തി നോക്കി. വളരെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതായി എന്നാണ് അർത്ഥം. അപ്പോൾ ഇനി ഞാനിത് ഒരു പ്ലേറ്റിനകത്തോട്ട്, ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു, ഇനി ഒരു പ്ലേറ്റിനകത്തോട്ട് ഒന്ന് മാറ്റിയിടുന്നുണ്ട്. അപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പം മേലെ അങ്ങനെ ഇട്ടതുകൊണ്ടാണ് കാണാനൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ പ്ലെയിൻ ആയിട്ട് തോന്നും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ചൂടോടെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഇച്ചിരി തണുപ്പിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കഴിക്കാം. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്, നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിരിക്കുക. നല്ല സ്വാദുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. ഇതൊത്തിരി ഹെൽത്തിയാണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ശർക്കര, ഗോതമ്പ് പൊടി, അരിപ്പൊടി ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മൈദ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന റെസിപ്പിക്കാളൊക്കെ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കും കൂടെ ചെയ്യണം കേട്ടോ.
അപ്പോൾ നമുക്കിനി അടുത്തൊരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.